ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നുള്ള ലോഹങ്ങളെന്ന് പറഞ്ഞ ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും അതുമായിട്ട് കണക്ട് ചെയ്തതായിട്ടുള്ള ഫാക്ടേഴ്സാണ് നോക്കുന്നത്. ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം മെറ്റലർജി എന്നാണ് അറിയപ്പെടുന്നത്. ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മെറ്റലർജി എന്നാണ്. ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതിയതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതാകുന്ന സവിശേഷതയുടെ പേര് അറിയപ്പെടുന്നത് ലോഹദ്യുതി എന്നാണ്. ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതിയതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതാകുന്ന സവിശേഷത അറിയപ്പെടുന്നത് ലോഹദ്യുതി എന്നാണ്. അതുപോലെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അത് അലൂമിനിയമാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയമാണ്. ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റലർജി. ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതിയതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതാകുന്ന സവിശേഷത അറിയപ്പെടുന്നത് ലോഹദ്യുതി എന്നാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയമാണ്. ഇനി ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹങ്ങൾ ഓസ്മിയവും ഇറീഡിയവുമാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹങ്ങൾ ഓസ്മിയം അതുപോലെ ഇറീഡിയമാണ്. എന്നാൽ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം എന്ന് പറയുന്നത് ലിഥിയമാണ്. സാന്ദ്രത കൂടുതലുള്ളത് ഓസ്മിയത്തിനും ഇറീഡിയത്തിനുമാണെങ്കിൽ സാന്ദ്രത കുറവ് ലിഥിയത്തിനാണ്. എന്നാൽ ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം എന്ന് ചോദിച്ചിരിക്കുന്നത് ക്രോമിയമാണ്. ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ക്രോമിയമാണ്. അതുപോലെ മഴവിൽ ലോഹം എന്നറിയപ്പെടുന്ന ലോഹമാണ് ഇറീഡിയം എന്ന് പറയുന്നത്. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഈ ഇറീഡിയം. ഇത് മഴവിൽ ലോഹം എന്ന വിശേഷണത്തിലാണ് അറിയപ്പെടുന്നത്. ദ്രവിക്കലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്ന ലോഹമാണ് ഇറീഡിയം. അപ്പോൾ ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഓസ്മിയവും ഇറീഡിയവും. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിഥിയമാണ്. ഏറ്റവും സാന്ദ്രത കൂടിയത് ഏറ്റവും കാഠിന്യം കൂടിയത് ക്രോമിയം. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറീഡിയമാണ്. ദ്രവിക്കലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്നതും ഇറീഡിയം തന്നെയാണ്. ഇതൊക്കെ പല എക്സാമുകളിലായിട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ലോഹം അല്ലെങ്കിൽ ആദ്യത്തെ മൂലകം എന്ന് പറയുന്നത് ടെക്നീഷ്യമാണ്. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ലോഹം ടെക്നീഷ്യമാണ്. ഏറ്റവും വീര്യമുള്ള നിരോക്സീകാരിയായിട്ട് പ്രവർത്തിക്കുന്നത് ലിഥിയമാണ്. ഏറ്റവും വീര്യമുള്ള നിരോക്സീകാരിയായിട്ട് പ്രവർത്തിക്കുന്നത് ലിഥിയമാണ്. ലിഥിയം അയോൺ ബാറ്ററികൾക്ക് പകരം പരിസ്ഥിതി സൗഹാർദ്ദപരമായി ഉപയോഗിക്കാൻ കണ്ടെത്തിയ ലോഹ ആനോഡുകളാണ് സോഡിയം. അപ്പോൾ ലിഥിയം അയോൺ ബാറ്ററികൾക്ക് പകരം പരിസ്ഥിതി സൗഹാർദ്ദപരമായി ഉപയോഗിക്കാൻ കണ്ടെത്തിയ ലോഹ ആനോഡുകളാണ് സോഡിയം. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ലോഹം ടെക്നീഷ്യമാണ്. ഏറ്റവും വീര്യമുള്ള നിരോക്സീകാരിയായിട്ട് അറിയപ്പെടുന്നത് ലിഥിയമാണ്. ലിഥിയം അയോൺ ബാറ്ററികൾക്ക് പകരം പരിസ്ഥിതി സൗഹാർദ്ദപരമായി ഉപയോഗിക്കാൻ കണ്ടെത്തിയ ലോഹ ആനോഡുകളാണ് സോഡിയം. ഇനി സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും അടങ്ങിയ അയിരുകളുടെ സാന്ദ്രണ പ്രക്രിയയിൽ ഡിപ്രസൻ്റായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്ന് PSC ചോദിച്ചിട്ടുള്ളത് സോഡിയം സയനൈഡാണ്. സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും അടങ്ങിയ അയിരുകളുടെ സാന്ദ്രണ പ്രക്രിയയിൽ ഡിപ്രസൻ്റായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സയനൈഡ്. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് മെർക്കുറി. സാധാരണ താപനിലയിൽ ഇത് മെർക്കുറി ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മെർക്കുറിയുമായി ചേർന്ന് അമാൽഗമാകാത്ത ലോഹം ഏതാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് ഇരുമ്പാണ്. മെർക്കുറിയുമായി ചേർന്ന് അമാൽഗമാകാത്ത ലോഹം ഇരുമ്പാണ്. അപ്പോൾ സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും അടങ്ങിയ അയിരുകളുടെ സാന്ദ്രണ പ്രക്രിയയിൽ ഡിപ്രസൻ്റായി ഉപയോഗിക്കുന്ന രാസവസ്തു ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരം സോഡിയം സയനൈഡാണ്. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം മെർക്കുറിയാണ്. മെർക്കുറിയുമായി ചേർന്ന് അമാൽഗമാകാത്ത ലോഹം ഏതാണെന്ന് PSC ചോദിച്ചിട്ടുള്ളത് അത് ഇരുമ്പാണ്. ഇനി അടുത്തത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന UPSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, മിനറൽ ആസിഡുകളിൽ നിന്ന് ഹൈഡ്രജൻ പുറന്തള്ളാൻ സാധിക്കാത്ത ലോഹം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇതിന് മുമ്പും ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആസിഡിൻ്റെ പേരെടുത്ത് പറഞ്ഞിരുന്നു. സൾഫ്യൂരിക് ആസിഡിൽ നിന്നും ഹൈഡ്രജൻ പുറന്തള്ളാൻ സാധിക്കാത്ത ലോഹം എന്ന് പറയുന്നത് കോപ്പറാണ്. സെയിം ക്വസ്റ്റ്യൻ ചെറിയൊരു മാറ്റം വരുത്തിയാണ് ചോദിച്ചത്. സൾഫ്യൂരിക് ആസിഡിൽ നിന്നും ഹൈഡ്രജൻ പുറന്തള്ളാൻ സാധിക്കാത്ത ലോഹമാണ് കോപ്പർ. അതുപോലെ ക്ലോറോഫിലിൽ അടങ്ങിയ മൂലകം എന്ന് പറയുന്നത് അത് മഗ്നീഷ്യമാണ്. ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യമാണ്. ഓട്ടോമൊബൈൽ കാറ്റലിറ്റിക് കൺവേർട്ടറിൽ ഉപയോഗിക്കപ്പെടുന്ന ലോഹം എന്ന് പറയുന്നത് പലേഡിയമാണ്. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കപ്പെടുന്ന വില കൂടിയ ലോഹങ്ങളിൽ ഒന്നാണ് പലേഡിയം. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൽ നിന്നും അല്ലെങ്കിൽ മിനറൽ ആസിഡിൽ നിന്നും ഹൈഡ്രജൻ പുറന്തള്ളാൻ സാധിക്കാത്ത ലോഹം എന്ന് പറയുന്നത് കോപ്പറാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ക്ലോറോഫിലിൽ അടങ്ങിയ മൂലകം മഗ്നീഷ്യമാണ്. അതുപോലെ ഓട്ടോമൊബൈൽ കാറ്റലിറ്റിക് കൺവേർട്ടറിൽ ഉപയോഗിക്കുന്ന വില കൂടിയ ലോഹങ്ങളിൽ ഒന്നാണ് പലേഡിയം.
ഇനി വിമാനത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹമാണ് ഡ്യൂറാലുമിൻ. വിമാനത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹമാണ് ഡ്യൂറാലുമിൻ. അച്ചടി അക്ഷരങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ടൈപ്പ് മെറ്റൽ. അച്ചടി അക്ഷരങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ടൈപ്പ് മെറ്റൽ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. സ്ഥിരകാന്തങ്ങളാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്ന് പറയുന്നത് അൽനിക്കോയാണ്. അതുപോലെ മാലക്കൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം. ഇതും UPSCക്ക് കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. മാലക്കൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം കോപ്പറാണ്. ഇതിനു മുമ്പും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ വിമാനത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം എന്ന് പറയുന്നത് ഡ്യൂറാലുമിനാണ്. അച്ചടി അക്ഷരങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ടൈപ്പ് മെറ്റലാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. മാലക്കൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹമാണ് കോപ്പർ. ആറ്റോമിക ഭാരം ഏറ്റവും കൂടുതലുള്ള സ്വാഭാവിക മൂലകം എന്ന് പറയുന്നത് യുറേനിയമാണ്. ആറ്റോമിക ഭാരം ഏറ്റവും കൂടുതലുള്ള സ്വാഭാവിക മൂലകം യുറേനിയമാണ്. വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ PSC ചോദിച്ചിട്ടുള്ളത് വെളുത്തീയവും ചെമ്പുമാണ്. വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്നത് വെളുത്തീയവും ചെമ്പും. അതുപോലെ നാണയം, പാത്രം, പ്രതിമ, ആഭരണം തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അലൂമിനിയം, ബ്രോൺസ്. നാണയം, പാത്രം, പ്രതിമ, ആഭരണം തുടങ്ങിയവ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അലൂമിനിയം, ബ്രോൺസ്. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയമാണ്. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയമാണ്. അപ്പോൾ ആറ്റോമിക ഭാരം ഏറ്റവും കൂടുതലുള്ള സ്വാഭാവിക മൂലകം ഓർത്തിരിക്കുക, അത് യുറേനിയമാണ്. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നതും യുറേനിയം തന്നെയാണ്. വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ വെളുത്തീയവും ചെമ്പുമാണ്. നാണയം, പാത്രം, പ്രതിമ, ആഭരണം തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അലൂമിനിയം, ബ്രോൺസ് ആണ്. ഇനി ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതി എന്താണിത്? റിപ്പീറ്റഡ് ആയിട്ടൊരു PYQ ആണ്. മിക്കവാറുമുള്ള എല്ലാ ചോദ്യപേപ്പറുകളിലും സയൻസ് കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതി ലീച്ചിങ് ആണ്. ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിൻ്റെ അയിരാണ്. അതും സ്ഥിരമായി കാണാറുള്ള ഒരു ചോദ്യമാണ്. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതി ലീച്ചിങ് ആണ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, സ്പ്രിങ്ങുകൾ, കത്തി, ബ്ലേഡ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീല് ഹൈ കാർബൺ സ്റ്റീലാണ്. ഇതെല്ലാം പല എക്സാമുകളിലായിട്ട് PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, സ്പ്രിങ്ങുകൾ, കത്തി, ബ്ലേഡ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീല് ഹൈ കാർബൺ സ്റ്റീലാണ്. ഗൺ മെറ്റലായിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരം കോപ്പറും ടിന്നും സിങ്കുമാണ്. അപ്പോൾ ഗൺ മെറ്റലായിട്ട് ഉപയോഗിക്കുന്നത് കോപ്പർ, ടിന്ന്, സിങ്കാണ്. അപ്പോൾ ജർമ്മൻ സിൽവർ എന്നറിയപ്പെടുന്നത് അതിൽ കോപ്പർ, സിങ്ക്, നിക്കലാണ്. അതിൽ സിൽവർ എന്ന് പറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ, സിൽവർ അതിനകത്ത് അടങ്ങിയിട്ടില്ല, അത് ഓർത്തിരിക്കുക. ജർമ്മൻ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹസങ്കരം കോപ്പർ, സിങ്ക്, നിക്കലാണ്. അപ്പോൾ ഗൺമെറ്റലായിട്ട് ഉപയോഗിക്കുന്നതിനകത്തും കോപ്പറും ടിന്നും സിങ്കും ഉണ്ട്. ജർമ്മൻ സിൽവറിൽ വരുമ്പോഴത്തേക്കിനും അതിൽ ടിന്നില്ല, പകരം കോപ്പറും സിങ്കും നിക്കലുമാണുള്ളത്. കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് തോറിയം. ഇത് റിപ്പീറ്റഡ് PYQ ആണ്. കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം എന്ന് പറയുന്നത് തോറിയമാണ്. അപ്പോൾ ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതി എന്ന് പറയുന്നത് ലീച്ചിങ് ആണ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, അതുപോലെ തന്നെ സ്പ്രിങ്, കത്തി, ബ്ലേഡ് തുടങ്ങിയവയൊക്കെ നിർമ്മിക്കാനായിട്ട് ഹൈ കാർബൺ സ്റ്റീലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഗൺ മെറ്റലായിട്ട് ഉപയോഗിക്കുന്നത് കോപ്പറും ടിന്നും സിങ്കുമാണ്. കോപ്പറും ടിന്നും സിങ്കും. ജർമ്മൻ സിൽവർ എന്ന് പറയുന്നത് ലോഹസങ്കരം കോപ്പറും സിങ്കും നിക്കലുമാണ്. ഓർത്തിരിക്കുക, അതിനകത്ത് സിൽവർ ഒരു കണ്ടന്റ് അല്ല, കോപ്പറും സിങ്കും നിക്കലും മാത്രമേ ഉള്ളൂ. കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് തോറിയം എന്ന് പറയുന്നത്. ഇനി മെർക്കുറിയുടെ ആറ്റോമിക വെയിറ്റ്, ഇത് എക്സാമിന് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 200.61 മെർക്കുറിയുടെ ആറ്റോമിക വെയിറ്റ് എന്ന് പറയുന്നത് 200.61. സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയാൻ ശേഷിയുള്ള ലോഹമാണ് കോപ്പർ. സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയാൻ കഴിവുള്ള ലോഹമാണ് കോപ്പർ. ഇനി എല്ലാ പരീക്ഷകളിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്ഥിരം ചോദ്യമാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏത്? അത് മഗ്നീഷ്യമാണ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യമാണ്. അതുപോലെ കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറിയുടെ സംയുക്തമാണ് ടിൻ അമാൽഗം. കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറി സംയുക്തമാണ് ടിൻ അമാൽഗം. അതുപോലെ പല്ലിലെ പോഡ് അടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന, പല്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് സിൽവർ അമാൽഗം. കണ്ണാടിയിൽ പൂശുന്നതാണെങ്കിൽ അത് ടിൻ അമാൽഗമാണ്. പല്ലടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസപദാർത്ഥം സിൽവർ അമാൽഗമാണ്. അപ്പോൾ മെർക്കുറിയുടെ ആറ്റോമിക വെയിറ്റ് എന്ന് പറയുന്നത് 200.61. സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹമാണ് കോപ്പർ. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യമാണ്. കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറിയുടെ സംയുക്തമാണ് ടിൻ അമാൽഗം. പല്ല് അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് സിൽവർ അമാൽഗം.
അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് ലോഹങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റഡായിട്ട് കുറേ ചോദ്യങ്ങൾ കാണാറുണ്ട്. യു പിയിലും ഒരു 3 ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മുമ്പ് നടന്ന എക്സാം യു പിയുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്ന ഏരിയകൾ ഫോക്കസ് ചെയ്ത് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ബാക്കി ഭാഗങ്ങളുമായിട്ട് ഈ ലോഹത്തിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്